കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ന്യൂ ടെസ്റ്റ്മെൻറ്റ് സാൽവേഷൻ എന്ന വാട്സപ്പ് സുവിശേഷീകരണത്തിലൂടെ അല്പസമയം ദൈവവചനം സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും ഇതിനുള്ള അവസരം ഒരുക്കി തന്ന ശ്രേഷ്ഠരായ ഇതിലെ സംഘാടകരായ ദൈവദാസന്മാർക്കും പ്രത്യേകിച്ച് പാസ്റ്റർ ഏബ്രഹാംകുട്ടി അവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ മനോഹരമായ സമയത്ത് രക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലിക പീരീഡുകളിൽ കാലയളവിൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ രക്ഷയും മാനസാന്തരവും പാപമോചനവും സ്നാനവും പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പ് വിശുദ്ധ ജീവിതം പുനരാഗമനം എന്നീ വിഷയങ്ങളിലൂടെ പ്രസംഗിച്ച് ആളുകളെ രക്ഷയിലേക്കും പാപമോചനത്തിലേക്കും വഴി നടത്തി 21-ാം നൂറ്റാണ്ടായപ്പോൾ സഭ പുരോഗമനത്തിലെത്തി ഉപദേശങ്ങൾ പരക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം വിടുതലും രോഗശാന്തിയും മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. രക്ഷയെക്കുറിച്ച് വലിയ വലിയ സുവിശേഷ മഹായോഗങ്ങളിൽ രക്ഷയോ മാനസാന്തരമോ പാപമോചനമോ പറയുവാൻ തക്കവണ്ണം പാസ്റ്റർമാർ തുനിയുന്നില്ല. അവർ മുക്കാൽ സമയം തങ്ങളുടെ സുവിശേഷീകരണത്തിലൂടെ അതായത് വിടുതൽ, അതായത് സൗഖ്യം, രക്ഷിക്കപ്പെടണമെന്നില്ല, സ്നാനപ്പെടണമെന്നില്ല, വേർപാടനുഷ്ഠിക്കണമെന്നില്ല, വിടുതലും സൗഖ്യവും ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടിവരുത്തി വിടുതലും സൗഖ്യവും കൊടുത്ത് അവരിൽ നിന്ന് പണം സ്വരൂപിക്കുന്ന ഒരു വലിയ തന്ത്ര സുവിശേഷ എന്ന പേരിൽ സ്റ്റേജ് ഉണ്ടാക്കി ആളുകളെ സൗഖ്യവും വിടുതലും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് വിടുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് സാൽവേഷൻ, പുതിയ നിയമ രക്ഷയെക്കുറിച്ച് അത് പ്രസംഗിക്കുവാൻ അനേക ദൈവദാസന്മാർ ഈ ഗ്രൂപ്പിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പരികൃതിക്കായി സ്തോത്രം. ഞാൻ അതിന് ആധാരമായിട്ട് ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 31-ാം വാക്യമാണ്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം യേശുക്രിസ്തു മാത്രമാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, മറ്റൊരുത്തരിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരേ ഒരു മാർഗം യേശുക്രിസ്തു മാത്രം. ഭാരതം ബഹുദൈവങ്ങളെ ആരാധിച്ച് മുൻപോട്ട് പോകുന്ന ജനങ്ങളാണ്. ഓരോരോ ജാതികൾക്കും മതത്തിനും അവരവരുടെ ദൈവത്തെ രൂപപ്പെടുത്തി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുക്രിസ്തുവിൽ മാത്രമേ ഒരുവന് രക്ഷ ലഭിക്കുകയുള്ളൂ. ആ ലഭിക്കുന്ന രക്ഷ സൗജന്യമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമായ രക്ഷയെക്കുറിച്ച് സൗജന്യമായി സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാരെ സമൂഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ മറ്റൊരുത്തരിലും രക്ഷയില്ല. അനേക ദൈവങ്ങൾ കേരളത്തിലും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവരെയും രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ദൈവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അവരെല്ലാം മരിച്ച് മണ്ണിൽ അടക്കപ്പെട്ടു അവരുടെ കല്ലറകൾ അടഞ്ഞെടുക്കുമ്പോൾ രക്ഷിക്കുന്ന ദൈവം, രക്ഷിക്കുവാൻ കടന്നു വന്ന ദൈവം ഉയർത്തെഴുന്നേറ്റു ഇന്ന് ജീവിക്കുന്നു. രക്ഷിക്കപ്പെടുന്ന തന്റെ മക്കൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ കർത്താവ് പോയിരിക്കുന്നു എന്ന് ദൈവത്തിനെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് അത് ഹൃദയത്തിലുള്ള വിശ്വാസമാണ്. അത് വെറും മാനസികമാകുന്ന സമ്മതം അല്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ
റോമാലേഖന 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ യേശുവിനെ കർത്താവായി ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ പാരമ്പര്യമല്ല, രക്ഷ പുണ്യപ്രവൃത്തിയിലൂടെയല്ല, രക്ഷ സത്പ്രവൃത്തിയിലൂടെയല്ല. രക്ഷ എന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ശിക്ഷയിൽ നിന്ന് വിടുതൽ തരുവാൻ ഒരേ ഒരു ദൈവം മാത്രമുള്ളൂ, അതാണ് കർത്താവായ യേശു. യഹോവയായ ദൈവം മാനവജാതിയുടെ സൃഷ്ടിപ്പിന് ശേഷം ദൈവത്തിൽ നിന്ന് വഴുതിമാറിയ സമൂഹത്തെ രക്ഷിക്കുവാൻ വേഷത്തിൽ മനുഷ്യരായി വിളങ്ങി എന്ന് ദൈവം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ജഡാവതാരമെടുത്ത യേശു ക്രിസ്തു, പിതാവായ ദൈവം, യഹോവയായ ദൈവം, നിത്യനായ കർത്താവ് മനുഷ്യവേഷത്തിനായി, മനുഷ്യ സാദൃശ്യത്തിനായി 33 തിരുവഴുത്തിൽ വയസ്സിൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു കാൽവരിയിൽ യാഗമായി. അവന്റെ യാഗത്തിൽ വിശ്വസിക്കുന്ന ഒരുവന് രക്ഷപ്രാപിപ്പാൻ കഴിയും. പഴയ നിയമം പഠിക്കുന്ന അവസരങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി പുരോഹിതന്റെ അടുക്കൽ ഒരു മൃഗത്തെ കൊണ്ടുവന്നു അതിൻ്റെ തലയിൽ കൈവച്ചു അവരുടെ പാപമെല്ലാം ഏറ്റുപറഞ്ഞു. ആ മൃഗത്തെ കൊന്നു, രക്തം ചിന്തി, അതിന്റെ തോലുരിച്ച് കണ്ണകണ്ണമാ നീർക്കി യാഗപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. ആ സമർപ്പിവാസന ഹോമിയാ ദൈവം മണത്ത് രുചിച്ച് അറിഞ്ഞ് അത് ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുതലുണ്ടാകുമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത തലമുറയുണ്ട്. ആ തലമുറയുടെ നടുവിൽ യേശു തന്നെ ദേഹരൂപത്തിൽ പ്രത്യക്ഷനായി. യഹോവയാ ദൈവം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളെ രക്ഷിപ്പാൻ നീക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞ മിശിഹാ തമ്പുരാൻ കാൽവരിയിൽ യാഗമാക്കുന്ന യേശു ക്രിസ്തുവിനെ വായികൊണ്ട്, റോമാലേഖന 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം, വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണം. ഏറ്റുപറച്ചില് എന്ന് പറയുമ്പോൾ ദൈവത്തോട് മാത്രമേ പറയാവൂ. പാപത്തെ മോചിക്കുവാൻ, രക്ഷയിലേക്ക് നടത്തുവാൻ ഒരേ ഒരു വഴി, ഒരേ ഒരാൾ, ഒരേ ഒരു മാർഗം, അത് കർത്താവായ യേശുവാണ്. ഭൂമിയിൽ മനുഷ്യരുടെ പാപത്തെ മോചിക്കുവാൻ ഇന്നത്തെ പുരോഹിത വർഗത്തിന് അവകാശമില്ല. സകല പുരോഹിതന്മാരുടെ മേൽ പുരോഹിതനായിട്ടുള്ള കർത്താവായ യേശുവിൽ കൂടി മാത്രമേ പാപമോചനം പ്രാപിപ്പാൻ കഴിയുള്ളൂ, രക്ഷപ്പെടുത്തുവാൻ കഴിയുള്ളൂ, രക്ഷിക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. പിന്നെ തിരുവചനം നാം വായിക്കുന്ന അവസരത്തിൽ അത് വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുക. രണ്ടാമതായി ബാഹ്യമായ അടയാളങ്ങളാൽ ഈ വിശ്വാസം പ്രകടമാക്കുന്നു. അതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായി 3 കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം, നാം മനസ്സിലാക്കണം. ബാഹ്യമായ അടയാളങ്ങളാൽ ഈ വിശ്വാസം അത് പ്രകടമാക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ പാപത്തെ ഉപേക്ഷിക്കുക. യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. സുവിശേഷകനെന്ന പഴയ നിയമത്തിൽ സുവിശേഷകൻ എന്നറിയപ്പെടുന്ന യെശയ്യാവ് തൻ്റെ പ്രവചന ദൃഷ്ടിയിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിയട്ടെ. വഴി വിട്ടു തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം അവനോട് ക്ഷമിച്ച് അവനെ രക്ഷയുടെ ബന്ധാവിലേക്ക് നയിക്കുമെന്ന് ദൈവജനം സംശയത്തിന് വകയില്ലാതെ നമ്മെ പഠിപ്പിക്കുന്നു. ആരാണ് ദുഷ്ടൻ? ആരാണ് നീതിമാൻ? നീതിമാനായി ഒരാളെ തീർക്കുക എന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വിടുതലാണ്. യേശുവിനെ കർത്താവായി ഏറ്റുപറയുമ്പോൾ, പാപവഴികളെ ഉപേക്ഷിക്കുമ്പോൾ, കുറ്റസമ്മതമുള്ളവരായി അവർ ഏറ്റുപറഞ്ഞ് മാറത്തടിച്ച് വിലപിച്ച് കരഞ്ഞ് രക്ഷകനാഥ യേശുവിനെ അംഗീകരിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാപത്തിൽ നിന്നും, ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടപ്രവൃത്തിയിൽ നിന്നും വിലപിച്ച് ഏറ്റുപറയുന്ന അവസ്ഥയാണ്
രക്ഷയായി കണക്കാക്കുവാൻ കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. ദൈവവചനം പഠിക്കുമ്പോൾ ദുഷ്ടവഴികളെ വിട്ടുതിരിയണം. അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്ന അതിമനോഹരമായ ഒരു തിരുവെഴുത്താണ്. ദൈവത്തിൽ കർത്താവായ യേശുവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയ പത്രോസ് അവരോട് പെന്തക്കോസ്ത് നാൾ 50-ാം ദിവസം പരിശുദ്ധാത്മാ പകർച്ചയുള്ള ദിവസം പത്രോസിന്റെ പ്രസംഗ പരമ്പരയിൽ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. അന്ന് പത്രോസ് മാനസാന്തരം പ്രസംഗിച്ചു. അന്ന് പത്രോസ് പാപമോചനം പ്രസംഗിച്ചു. അന്ന് പത്രോസ് രക്ഷാനിർണയം പ്രസംഗിച്ചു. ഇന്ന് അങ്ങനെയുള്ള പ്രസംഗം കേൾക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. പാപമോചനത്തിനായി യേശുവിനടുക്കൽ വരണമെന്നും രക്ഷയ്ക്കായി യേശുവിനെ കർത്താവായി ഏറ്റുപറയണമെന്നും മാനസാന്തരപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും പ്രസംഗിക്കുവാൻ ഇന്നത്തെ സുവിശേഷ പ്രസംഗികളെ ആഗ്രഹിക്കുന്നില്ല. അവർ വിടുന്നത് രോഗസൗഖ്യം ആദിയായ കാര്യങ്ങളിലൂടെ ജനങ്ങളെ സന്തോഷിപ്പിച്ച് പ്രീതിപ്പെടുത്തി പറഞ്ഞയക്കുന്ന രീതിയാണ്. അത് സുവിശേഷത്തിന് യോഗ്യമല്ല എന്നുള്ള വസ്തുത അറിഞ്ഞുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്ന പ്രകാരം പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. പ്രൈസ് ദി ലോർഡ്. സ്നാനം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ് സ്നാനം. സ്നാനത്തിലൂടെ പാപമോചനം ലഭിക്കുന്നില്ല. പാപമോചനം ലഭിക്കുമെന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹം ഒട്ടും കുറവല്ല. പാപപരിഹാരം വന്നതിന് ശേഷം ഉള്ളതാണ് സ്നാനം എന്നുള്ള കാര്യം നാം ഏവരും അറിഞ്ഞിരിക്കണം. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനം പ്രാപിച്ചതുകൊണ്ട്, പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീനെന്ന് പത്രോസ് പ്രസംഗിച്ചു. പത്രോസിന്റെ പ്രസംഗം ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഷകളിലൂടെ ദൈവവചനം ശക്തമായി പറയുന്നു. ഈ വാക്യം ഞാൻ കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളിൽ വായിച്ചപ്പോഴും അവരും ഇതേ വാക്യം ഇതുപോലെ തന്നെയാണ് അവിടെയും പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പം പാപമോചനം പ്രാപിക്കണം, യേശു വിശ്വസിക്കണം, രക്ഷാനിർണയം പ്രാപിക്കണം. രക്ഷ എന്നത് ശിക്ഷ എന്നുള്ള വിടുതല് എന്ന് ആരംഭത്തിൽ പറഞ്ഞുവല്ലോ. രക്ഷിക്കപ്പെട്ട സമൂഹത്തെ കാണുന്നവരായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഈ മനോഹരമായ സമയത്ത് രക്ഷിക്കപ്പെടുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യം ഒരിക്കൽ കൂടി പറയട്ടെ. ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കണം ഓരോരുത്തരും. പെറ്റുപെരുകുന്ന മാർഗമല്ല ക്രിസ്ത്യാനിത്വം. ക്രിസ്ത്യാനിത്വം എന്നത് വ്യക്തിപരമായുള്ള ഇടപെടലാണ്. ഒരിക്കൽ ഒരു സുവിശേഷകൻ ഇങ്ങനെ പ്രസംഗിച്ചു, ഞാൻ കേട്ടതാണ്, ഞാനതൊക്കെ തിരുത്തിവിട്ടതുമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഗ്രഹനാഥൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യയും മക്കളും മക്കളുടെ മക്കളുമെല്ലാം രക്ഷയുടെ പെട്ടകത്തിൽ ആണ് എന്ന് അദ്ദേഹം തെറ്റായി പഠിപ്പിച്ചു. പ്രാസംഗികരല്ല, സാധാരണ വിശ്വാസി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിച്ചത് ദുരാത്മാവാണെന്ന് പിന്നാലെ പല കാര്യങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ സംസാരത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. രക്ഷ വ്യക്തിപരമാണ്, രക്ഷ പാരമ്പര്യമല്ല. ഒരു ഉപദേഷ്ടാവിന്റെ മകനായി ജനിച്ചതുകൊണ്ട് അവന് ഉപദേഷ്ടാവാകണമെന്നില്ല. ഒരു ക്രിസ്തുവിനായ അവർ പുതിയ സൃഷ്ടി. ജഡത്താൽ ജനിച്ച ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. വീണ്ടും ജനനവും രക്ഷയും പാപമോചനവും വ്യക്തിപരമായി ഓരോരുത്തര് പ്രാപിക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യണമെന്ന് ദൈവവചനം പറയുന്നു. സ്തോത്രം. യേശുവിനെ കർത്താവായി വായ് കൊണ്ട് ഏറ്റുപറയുക, അത് രക്ഷയുടെ അനുഭവമാണ്. വായ് കൊണ്ട് ഏറ്റുപറയുക. ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിപ്പാൻ തക്കമുള്ള ദേവാലയത്തിൽ പോയതായി ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ പരീശൻ നീതീകരിക്കപ്പെട്ടവരായി പോയപ്പോൾ ചുങ്കക്കാരനോ മാറത്തളിച്ച് കരഞ്ഞു എന്ന് വായിക്കുന്നു. ആരംഭത്തിൽ ഞാൻ വായിച്ച വാക്യം ഇങ്ങനെയാണ്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
ഇന്നേക്ക് 2000 വർഷത്തിന് മുൻപ് ജീവിച്ചിരുന്ന യേശുവിനെ ജലപ്രകാരം കാണാത്തതായ പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ കുറിച്ചുള്ള കേൾവിയിലും വിശ്വാസത്തിലും കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ച ശൗൽ എന്ന പൗലോസ് യേശുക്രിസ്തുവിന്റെ മാർഗത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച പൗലോസ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നീ ആരാവുന്ന കർത്താവ് എന്ന മറുചോദ്യത്തിലൂടെ യേശുവിനെ കർത്താവായി രക്ഷിതാവായി അംഗീകരിച്ച പൗലോസ് തന്റെ സുവിശേഷ പരമ്പരയിൽ തന്നോടൊപ്പം ശീലാസ് ഉണ്ടായിരുന്നതായിട്ട് വായിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇരിപ്പിയിലൂടെ സഞ്ചരിച്ച് മുൻപോട്ട് പോകുമ്പോൾ വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീ ലക്ഷണ വിദ്യ ഉപയോഗിച്ച് യജമാന്മാർക്ക് പണമുണ്ടാക്കി കൊടുക്കുന്ന മാർഗത്തിൽ ഏർപ്പെട്ടിരുന്നു. സ്തോത്രം. ഈ ചരിത്രം എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്തോത്രം. ആ ദുഷ്ടശക്തിയെ ഭർഷിച്ചു ജലത്തിന്റെ പ്രമാണികൾ അവരെ വലിച്ചുകൊണ്ടുപോയി ജയിലറയിലാക്കി അവരെ ഉപദ്രവിച്ചു, അടിച്ചു, മുറിവേൽപ്പിച്ചു. ആ ഉള്ളറയിൽ അവരെ സൂക്ഷിച്ചു. അവരർദ്ധരാത്രിക്ക് സർവശക്തനായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ ആരാധിച്ചു. അവർ പാടി ദൈവത്തെ ഓർത്തപ്പെടുത്തി. വലിയൊരു ഭൂകമ്പം, ഒരു വലിയ അത്ഭുതങ്ങൾ, പലരുടെ കൈമേൽ നിന്ന് കാലിൽ നിന്ന് ചങ്ങലകൾ വിട്ടുപോയി. ഒരു വലിയ അത്ഭുതം വന്നപ്പോൾ കാരാഗ്രഹ പ്രമാണി ഇതൊന്നും അറിയാതെ തന്റെ ജോലിയിൽ അവനായിരുന്നപ്പോൾ ജഡമയത്താൽ ഉറങ്ങി അവൻ ഏതോ തതുവരണം ജീവനോട് തടവിട്ട് പോയി എന്ന് ഭയപ്പെട്ട് അവൻ തന്നെത്താൻ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിനക്ക് തന്നെ നീ ഒരു ദോഷം ചെയ്ത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ചോദ്യവും ഉത്തരങ്ങളിലൂടെയും കാലക്രമമാണ് ചോദിക്കുന്നു, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി അനേക കർമ്മപ്രവൃത്തികൾ ചെയ്യുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിന് മുൻപോട്ടുള്ള ഗമനത്തിന് വിശ്വാസത്തിന് നായകനായ യേശുവിനെ മറന്ന് അവിശ്വാസിയേക്കാൾ അധമനായിത്തീർന്ന വിശ്വാസി എന്ന് പേര് പറയുന്ന പിന്മാറ്റക്കാർ പോലും അങ്ങനെ ചിന്തിച്ച് മുൻപോട്ട് പോകുന്നവരായി കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം പറയുമ്പോൾ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസിന് ഒരേ ഒരു വഴി, ഇന്ന ആഭിചാരപ്രവർത്തനെ കാണുക, ഇന്ന ദൈവത്തെ കാണുക, ഇന്ന പുണ്യവാളനെ കാണുക, ഇന്ന മതത്തിൽ വിശ്വസിക്കുക, ആ പള്ളിയിൽ ആരാധിക്കുക, ഈ പള്ളിയിൽ ആരാധിക്കുക, ആ പുണ്യവാളനടുത്ത് കുമ്പിടുക എന്നല്ല പൗലോസ് പറഞ്ഞത്. അപ്പോസ്തലൻ പറഞ്ഞത്, അപ്പോസ്തലന്മാരെ അപ്പോസ്തലനായ പൗലോസ് ലോകത്തിന്റെ അപ്പോസ്തലൻ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നിനക്ക് കുടുംബത്തിന് രക്ഷപ്രാപിപ്പാനായിട്ട് കഴിയും. രക്ഷ വ്യക്തിപരമാണ്, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം. ആ രക്ഷയിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന് വൈദ്യുത ദൈവജനം ആ രക്ഷയുടെ അനുഭവത്തിൽ ജീവിച്ചു കാണുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അതിനുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഭാഗ്യമായ അടയാളങ്ങളിൽ ഒന്ന് പാപത്തെ ഉപേക്ഷിക്കുക, രണ്ട് യേശുവിനെ ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കുക, മൂന്നാമത് ജലസ്നാനം സ്വീകരിക്കുക. യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയിൽ ഇങ്ങനെ പറയുന്നത്, പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല ശിശുവോട് സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടുമെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ അത്ഭുതമാകുന്ന കൽപ്പന നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ശിശുക്കളോട് സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷത്തിന്റെ പ്രശസ്തി ആദ്യകാലത്തേക്കാൾ ഒന്നുകൂടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണിത്. തിയോളജിപരമായിട്ടും മറ്റുമായ പുരോഗമനത്തിലെത്തിയ തഴമ്പിച്ച മനസ്സിന്റെ മേൽ രക്ഷയുടെ സന്ദേശം അറിയിക്കേണ്ടത്
ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. രക്ഷയുടെ സന്ദേശം കാതുകൾ മുഴങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷകനാം യേശുവിനെ സ്മരിക്കുവാൻ കഴിയുള്ളൂ. ആകയാൽ 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം ഓരോരുത്തരും എഴുന്നേറ്റ രക്ഷയെക്കുറിച്ച്, യേശുക്രിസ്തുവായ വിടുതലിനെ കുറിച്ചല്ല, യേശുക്രിസ്തുള്ള വിടുതലിനെ കുറിച്ചും രക്ഷയെക്കുറിച്ചും രോഗശാന്തിയെക്കുറിച്ചും ലോകത്തോട് പറയുന്നത് നല്ലതാണ്. രക്ഷ കൂടാതെ, മനസ്സാന്തരമില്ലാതെ, പാപബോധമില്ലാതെ ഉള്ള രോഗശാന്തിയും ഉള്ള വിടുതലും ദൈവിക പദ്ധതിയല്ല അല്ല എന്നുള്ള കാര്യം നാം ഓർത്തുകൊള്ളും. ഞങ്ങളുടെ 2 ദൈവദാസന്മാർ ഒരിക്കൽ വീട് സംഘർഷത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഹൈന്ദവനായ ഒരാൾ രോഗിയായിരുന്നു. അദ്ദേഹത്തെ രോഗത്തിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ മുമ്പ് സൗഖ്യമായി എന്ന് അവർ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഈ പാസ്റ്റർ ഒരിഞ്ചൂടെ പൊക്കി ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, അങ്ങനെയുള്ള രോഗസൗഖ്യം ദൈവികമല്ല. യഥാർത്ഥത്തിൽ രോഗസൗഖ്യം പ്രാപിക്കണമെങ്കിൽ യേശുവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിക്കണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ രക്ഷാന്തരം പ്രാപിക്കണം. നിങ്ങൾ ക്രിസ്ത്യാനിയായി ക്രിസ്ത്യ ജോലി കൂട്ടിയെന്നോ, തോമസ് കൂട്ടിയെന്നോ, പത്രോസ് എന്നോ, പൗലോസ് എന്നോ, ഫിലിപ്പോസ് എന്നോ, അന്ത്രോസ് എന്നോ പേര് സ്വീകരിക്കുവാനല്ല. നിങ്ങളുടെ പേര് ഏതായിരുന്നാൽ കൊള്ളാം, നിങ്ങളുടെ മതം ഏതായിരുന്നാൽ കൊള്ളാം, നിങ്ങളുടെ ജാതി ഏതായിരുന്നാൽ കൊള്ളാം. ഒരേ ഒരു രക്ഷകൻ, അത് കർത്താവായ യേശുവാണ്. ആ യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, യേശുവിനെ കർത്താവായി അംഗീകരിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. അത് ശാശ്വത പരിഹാരമാണെന്ന് പറഞ്ഞു. അവർക്ക് ഇറങ്ങിപ്പോകാൻ പറയാൻ മടി. കാരണം എൻ്റെ കൂടെയുള്ള ദേവദാസൻ പലപ്പോഴും ആ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥന മാത്രമേ അദ്ദേഹം നിർവഹിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ രീതി അതായിരുന്നു. ഞാനത് തിരുത്തി പറഞ്ഞു. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ നൽകിയപ്പോൾ അദ്ദേഹം അവരോട് പറയുണ്ടായി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇത് അവർ അംഗീകരിക്കുവാൻ തയ്യാറില്ല. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ അവർക്കൊരു സമാധാനമാകും. അവരൊന്നൊന്നും പ്രതീക്ഷിച്ചല്ല പുള്ളി പറഞ്ഞത്. പുള്ളി അങ്ങനെ പൈസ വാങ്ങുന്ന വ്യക്തിയുമല്ല എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, യേശുക്രിസ്തുവിനുള്ള രക്ഷയെക്കുറിച്ച് ലോകത്തോട് പ്രസംഗിക്കുന്ന അപ്പോസ്തലന്മാരിന്ന് കുറഞ്ഞിരിക്കുന്നു. അവരുടെ സംഖ്യ വർദ്ധിക്കേണ്ട ആവശ്യമാണ്. അതിനുള്ള സമയം ഇപ്പോൾ തന്നെ. എൻ്റെ അഭിപ്രായം, സഭകളിലും രക്ഷയും മാനസാന്തരവും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. സ്നാനം പോലും പ്രസംഗിക്കാത്ത പെന്തക്കോസ്തുകാരുണ്ട് എന്നുള്ളൊരു സംശയമില്ല. സ്നാനമോ രക്ഷയോ, സ്നാനമോ വീണ്ടെടുപ്പോ, വിടുതലോ, അത് സൗഖ്യമോ, പരിശുദ്ധാത്മ നിറവോ നമുക്ക് പ്രസംഗിക്കാൻ അവസരമുണ്ട്. അടിസ്ഥാനം രക്ഷ, അടിസ്ഥാനം മാനസാന്തരം, അടിസ്ഥാനം പാപമോചനം ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് പറയുവാൻ ഞാൻ നിങ്ങളെ പ്രാപ്തരായി തീരണം. സ്തോത്രം. വെള്ളത്താവുള്ള സ്നാനം മർക്കോസ് 15 വായിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുമെന്ന് ദൈവം പറയുന്നു. അവിടെയും ഈ ഉപദേശത്തോട് ചേർന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം വാക്യം വായിക്കുന്നത് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. പത്രോസിന്റെ പ്രസംഗത്തിന് സ്നാനവും പാപമോചനവും മാനസാന്തരവും ഒരുപോലെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലരുടെ പുസ്തകം 8-ാം അധ്യായം 36 മുതൽ വായിക്കുമ്പോൾ, എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യം കൈകാര്യം ചെയ്ത ക്ഷമൻ യെരൂശലേമിൽ വന്നു നമസ്കരിച്ച് മടങ്ങിപ്പോകുമ്പോൾ അവൻ തേരിൽ നിന്നുകൊണ്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഫിലിപ്പോസ് അടുത്ത് നടക്കുവാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിച്ചു. അവൻ തേരിനോട് ചേർന്ന് നടന്നു കഴിഞ്ഞപ്പോൾ, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഒരാൾ പൊരുൾ തിരിച്ചതിനാൽ എങ്ങനെ മനസ്സിലാകുമെന്ന് ഷണ്ണൻ പറഞ്ഞു. അവൻ ധനകാര്യ ശാസ്ത്രജ്ഞനാണ്. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നവനാണ്. അവൻ നമസ്കരിക്കാൻ വന്നവനാണ്. അവൻ ആരാധിക്കാൻ വന്നവനാണ്. പക്ഷേ എങ്ങനെ ആരാധിക്കണം, ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, അതിനെക്കുറിച്ച് ഒരു വേണ്ട വിധമായ പരിജ്ഞാനമില്ല. മകനെ പള്ളിയിൽ പോ എന്ന് പറയുമ്പോൾ പള്ളിയിൽ പോയി വരിക എന്നുള്ളതല്ല. ആരാധനയ്ക്ക് പോകും എന്ന് പറയുമ്പോൾ ആരാധനയ്ക്ക് പോയി വരികയില്ലെന്ന്. ആരാധ്യനാമ ദൈവത്തെ ഹൃദയംഗമായി അംഗീകരിക്കണം. നമ്മുടെ ഉള്ളിൽ മെശിഹായ്ക്ക് സ്ഥാനമുണ്ടായിരിക്കണം. യേശുവിനെ കർത്താവായി അംഗീകരിച്ച അനുഭവത്തിൽ ആയിരിക്കണം. രക്ഷകനായ യേശുവിനെ കണ്ടുമുട്ടിയവരായിത്തീരണം. ആ സമയം ഷണ്ണൻ
തേര് നിർത്തി ഫിലിപ്പോസിനെ അത് തേരിൽ കയറ്റി ഇരുവരും യാത്ര തിരിച്ചു. യാത്ര പോകാൻ അൽപ്പാർ നാടുകളെ പോലെ ഞങ്ങൾ എഴുതുന്നു എന്നുള്ള ഭാഗം അവരെ വായിച്ചു. സുവിശേഷകനായ യെശയ്യാവ് പ്രവചനത്തിന്റെ കോപ്പിയാണ് അവർ വായിച്ചത്. ഫിലിപ്പോസ് അന്ന് നിർമ്മല മനസാക്ഷിയോട് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള സുവിശേഷം ഷണ്ണനെ അറിയിച്ചു. ആ സുവിശേഷം ഷണ്ണൻ പൂർണ്ണമായി അംഗീകരിച്ചു. ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനം വെച്ചതായി അപ്പോസ്തലരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. വിശ്വാസ സ്നാനം ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു അഭിവാജ്യ ഘടകമാണ്. ക്രൈസ്തവ സഭയ്ക്ക് ദൈവസഭയ്ക്ക് അതിമഹത്തായ 2 ഉപദേശങ്ങളുണ്ട്. ഒന്ന് സ്നാനം, 2 വിശുദ്ധ സംസർഗം. ഇപ്പൊ കൊറോണയുടെ കാരണമായതുകൊണ്ട് ക്ഷയിക്കാനില്ല, കർത്തമേശയില്ല, വിശുദ്ധ ചുംബനവുമില്ല. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്, അന്ത്യകാലമല്ല, അതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇതെല്ലാം നിർത്തം ചെയ്തിരിക്കുന്നു. എങ്കിലും ഗവൺമെന്റിന് തർജ്ജനമുണ്ടെങ്കിലും അത് രഹസ്യമായിട്ടും അങ്ങനെയും ഇങ്ങനെയും വിശുദ്ധ സംസർഗ ശുശ്രൂഷ നടത്തുന്ന ദൈവദാസന്മാരുണ്ട്. അതിനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം. ബഹുജനം പലവിധമായതുകൊണ്ട് ഗവൺമെന്റ് നിയമത്തിനനുസൃതമായി മാത്രം മതിയെന്ന് വാദിക്കുന്നവരുടെ സംഖ്യയും കൃപാതിരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വിവാദ വിഷയത്തിൽ കിടക്കുന്നില്ല. യേശുവിനെ ഭക്ഷിക്കുക, യേശുവിന്റെ രക്തം ഭുജിക്കുക, യേശുവിന്റെ ശരീരം ഭുജിക്കുക, ഇത് 2 പുതിയ നിയമസഭയ്ക്ക് ഉജ്ജ്വലമായ പ്രത്യാശ നൽകുന്ന സന്ദേശമാണ്. അത് നിർത്തലാക്കിയിരിക്കുന്നു. ശത്രുവിന്റെ വലിയ കെണിയാണ്. അത് കണ്ടറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം. നിയമത്തെ ലംഘിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയല്ല. സകല മാനുഷിക നിയമത്തിനും ഒരു ദൈവം കീഴടങ്ങിയിരിക്കണമെന്ന് ദൈവം പഠിപ്പിക്കുന്നുണ്ട്. ഒരല്പം കൂടെ സാവകാശപ്പെടണം. വിശുദ്ധ സംസർഗ ശുശ്രൂഷ, സ്നാനം, ഇത് 2 പുതിയ നിയമസഭയ്ക്ക് അനിവാര്യമാണ്. തളിക്കൽ മതിയെന്നും അത് വെള്ളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല, നമ്മുടെ വസ്ത്രങ്ങൾ നനയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ സംഖ്യ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേകർ വിശ്വസിച്ച് ജലത്തിൽ കർത്താവിനെ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രക്രിയ ഓർത്ത ദൈവത്തിന് സ്തോത്രം. അത് ഷണ്ണനും ഫിലിപ്പോസും യാത്ര ചെയ്തു വരുമ്പോൾ സ്നാനത്തെക്കുറിച്ച ഉപദേശം അവർ പൂർണ്ണമായി ഗ്രഹിച്ചു. മുൻപോട്ട് പോകുമ്പോൾ വെള്ളമുള്ള പ്രദേശം കണ്ടു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിന് ആവേശത്തോട് ആഗ്രഹത്തോട് ആ ഉപദേശം ഗ്രഹിച്ചപ്പോൾ ഇതാ വെള്ളം സ്നാനം കഴിക്കുന്നവരാർക്ക് വിലക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് ഷണ്ണനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയവരിൽ വളരെ കുറവ് പേര് മാത്രമേ ഉള്ളൂ. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, സ്നാനം കഴിപ്പിക്കുവാനല്ല സുവിശേഷം അറിയിപ്പനത്രേ ഞാൻ വന്നത്. അതുകൊണ്ട് സ്നാനം അബദ്ധമാണെന്നതല്ല. പൗലോസിനെ സ്നാനപ്പെടുത്തിയതായിട്ട് വേദോസ്തലൻ എടുത്തു പറയുന്നുണ്ട്. ഈ മനോഹരമായ വാർത്ത നിങ്ങൾ ശ്രമിക്കുമ്പോൾ വിശ്വാസ സ്നാനം ദൈവമക്കൾക്ക് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ടവർ ദൈവമക്കളാണ്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുണ്ട്. രക്ഷാന്തരം പ്രാപിച്ചവരും ആ രക്ഷയുടെ അനുഭവത്തിൽ ജീവിതാവസാനം വരെയും ജ്വലിച്ച് പ്രകാശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട് പാമോചനം പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് ജീവിതത്തിന് നിരവധി പടികൾ കയറിയിട്ടിരിക്കുന്നു. വേർപാടിലും വിശുദ്ധിയിലും സത്യദൈവത്തെ ആത്മാവിനും സത്യത്തിനും ആരാധിച്ച് മുൻപോട്ട് പോകുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഒരു നിത്യ ഭവനം ദൈവൊരുക്കുന്നുണ്ട്. നിത്യതയിൽ 2 പ്രധാന സ്ഥലങ്ങളാണ്. ഒന്ന് നിത്യ സന്തോഷം, മറ്റൊന്ന് നിത്യ നരകം. വേദന, കെടാത്ത തീ, ചാകാത്ത പുഴു, കരച്ചില്, പല്ലുകടി, ഈയുള്ള സ്ഥാനത്തേക്ക് പോകാൻ ആരും ആഗ്രഹിക്കാതെ നിത്യസന്തോഷത്തിലേക്ക് പോകുന്നവരുടെ സംഖ്യ വർദ്ധിക്കുവാൻ ഇതുപോലുള്ള മാധ്യമങ്ങളിലൂടെ, ഇതുപോലുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ ദൈവത്തെ പോഷിപ്പാൻ അനേക ആളുകളെ, വിവിധ ഭാഷക്കാര്, വിവിധ സഭകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വരികളിലേക്കായ സ്തോത്രം. ഫിലിപ്പോസിൽ സുവിശേഷം അറിയിച്ചു. രക്ഷയുടെ മാർഗത്തെ കുറിച്ച് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണന് പറഞ്ഞു കൊടുത്തു. ഇവർ ഇരുവരും വെള്ളത്തിറങ്ങി
യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു ദൈവത്തിനുള്ള വിശ്വാസം അത് ഷണ്ണനുണ്ടായി. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനെ വിശ്വസിക്കുന്നുവോ? ഉവ്വ്. ആ വിശ്വാസം അവനെ സ്നാനത്തിലേക്ക് നടത്തി. ഈ മനോഹരമായ സമയത്ത് രക്ഷയുടെ സന്ദേശം കരസ്ഥമാക്കിയവർക്കായി ദൈവത്തിന് സ്തോത്രം. ഇതുവരെ രക്ഷയുടെ അനുഭവത്തിൽ വരാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദ കാലം. എബ്രായലേഖന കർത്താവ് പറയുമ്പോൾ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വഴിയും. സ്തോത്രം. മൂന്നാമതായി രക്ഷയ്ക്ക് വേണ്ടി വിശ്വസിക്കുക. അതിൻ്റെ അർത്ഥം യേശുവിനെ നമ്മുടെ പാപവാഹകനായി അംഗീകരിക്കുക. മൂന്നാമെന്ന് പറയുമ്പോൾ ഒന്ന് വിശ്വാസത്താലുള്ള രക്ഷ, രണ്ട് ബാഹ്യമായ അടയാളങ്ങളാൽ ഈ വിശ്വാസം പ്രകടമാക്കുന്നു. മൂന്ന് രക്ഷയ്ക്ക് വേണ്ടി വിശ്വസിക്കുക. അതിൻ്റെ അർത്ഥം യേശുവിനെ നമ്മുടെ പാപവാഹകനായി അംഗീകരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-37 വാക്യം വായിക്കുമ്പോൾ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പ്രൈസ് ദി ലോർഡ്. നിരവധി തിരഞ്ഞെടുപ്പിൽ ത്രിതല തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്രന്മാരിൽ നിന്നും ജയിച്ച ചരിത്രമുണ്ട്. അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുടെ ചിഹ്നമില്ലതേ ഉള്ളൂ. അങ്ങനെ തന്ത്രപരമായി സ്വതന്ത്രരായി നിന്ന് മത്സരം ജയിക്കുന്നവരുണ്ട്. വേദോസ്തം പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച 75 വർഷമായെന്ന് നാം കൊട്ടിഘോഷിക്കുന്നു. അത് നല്ലത് തന്നെ, ഞാൻ തന്നെ എതിർക്കുന്നില്ല. എങ്കിൽ തന്നെയും സമ്പന്നരായ ആളുകളുടെ കയ്യിൽ ഇന്ത്യ മഹാരാജ്യം ഒരുങ്ങിയിരിക്കുന്നു. സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ടാറ്റ ബിർള എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ അംബാനിമാരുടെ കരകളിൽ എയറോട്രോം, റെയിൽവേ, എല്ലാ വികസന പരിപാടി, അത് P&Dയുടെ വകുപ്പുകൾ എന്ന് വേണ്ട ലാഭപരമായ എല്ലാ വഴികളിലും അവർ കൈക്കലാക്കി മുഴുവൻ പ്രൈവറ്റ് ഏജൻസിയുടെ കയ്യിലേക്ക് ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. അത് നിത്യസംഭവമാണ്. ഗവൺമെന്റിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ കാലത്ത് സ്വർഗസ്വനായ ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കുമെന്നുള്ളത് പ്രത്യാശയാണ് ദൈവജനത്തിന്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ സ്വാതന്ത്ര്യം പ്രാപിക്കും. പാപത്തിന് സ്വാതന്ത്ര്യം, രക്ഷിക്കപ്പെടുക, രക്ഷ പ്രാപിക്കുക. മറ്റൊരുത്തരും രക്ഷയില്ല എന്ന് ആരംഭത്തിൽ ഞാൻ പറഞ്ഞ വാക്യം മറന്നുകരുത്. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് 1 തീമോഥെയോസ് ലേഖനം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനം എഴുതുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ, അത് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള ദൈവദാസൻ, വിവിധ രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവം ഉപയോഗിച്ച പൗലോസ് പറയുന്നു, വിശേഷഭാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. സ്വാതന്ത്ര്യം പ്രാപിച്ച പൗലോസ്, സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവജനം, സ്വാതന്ത്ര്യം പ്രാപിച്ച അപ്പോസ്തലന്മാർ രക്ഷയുടെ അമ്പാവിനോട് യാത്ര ചെയ്ത് രക്ഷിക്കുന്നവനായ ദൈവത്തെ വിളിച്ചുകൊണ്ട് അനേകാര്യങ്ങളുടെ കാരണം തീർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ക്രൂശിലെ കള്ളം പോലും സ്തോത്രം രാജ്യത്ത് പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളമേ എന്ന് അവൻ യാചിച്ചപ്പോൾ അവന്റെ യാചനയ്ക്ക് മറുപടി കൊടുത്ത ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഈ കാലത്ത് ഒരടവായി ഉപയോഗിക്കാൻ പാടില്ല. ക്രൂശിലെ കള്ളന്റെ അവസ്ഥയല്ല ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദ കാലം. രക്ഷയുടെ കാലത്ത് രക്ഷകനായ യേശുവിനെ കർത്താവായി അംഗീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ ഒരു രക്ഷിതാവ് ആവശ്യമാണ്. 4, പാപി അവനെ രക്ഷിക്കുവാൻ കാരണം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവനെ അവൻ രക്ഷിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. കർത്താവിന്റെ നാമം, ഈ നാമം ഇമ്പമേറിയ നാമമാണ്. ലോകത്തിൽ 2 നാമമേ ഉള്ളൂ. ഒന്ന് യേശുക്രിസ്തുവിന്റെ നാമം, മറ്റൊന്ന് സാത്താന്റെ നാമം. ഈ 2 നാമധാരികളെക്കാൾ ഈ ലോകം പറയുന്നു. യേശുക്രിസ്തുവിന്റെ നാമധാരികളായി അപ്പോസ്തലിക പിതാക്കന്മാർ ആരംഭിച്ച വേല, അതിന്റെ നാമധാരികളായി
ഈ കാലയളവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് അവര് തന്നെ മണവാട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നീക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ നാമത്തെ വിളിച്ചൊരുക്കിയ ഏവരും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. ഈ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഫിലിപ്പിയരെ പൗലോസ് പറയുന്നുണ്ട്. രക്ഷയ്ക്കായി പോരാടുവാൻ യൂദാലേഖനത്തിൽ പറയുന്നുണ്ട്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷ സൗജന്യമായി തരുന്നു. വില കൊടുത്ത് വാങ്ങുന്നതാണ് രക്ഷയെങ്കിൽ അമ്പാനിമാർ ആ രക്ഷയെ മുഴുവൻ വില കൊടുത്ത് വാങ്ങുമായിരുന്നു. എന്നാൽ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അർഹിക്കുന്ന ഒരുവന് നൽകുന്ന ഈ രക്ഷാപ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന തീത്തോസ്വരം പറയുമ്പോൾ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് രക്ഷയ്ക്കുമായി കർത്താവ് നമ്മെ അത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അത് കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ രക്ഷയുടെ 3 കാലയളവിനെ കുറിച്ച് അത് പ്രസ്താവിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ 3 കാലയളവിനെ കുറിച്ച് അല്പമായി പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു സമയം എനിക്ക് ലഭിക്കുമ്പോൾ ഈ രക്ഷയുടെ 3 ഘട്ടങ്ങളെ കുറിച്ച് ദൈവത്തിൽ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം, ഇത്ര ഭയങ്കര മരണത്തിൽ ദൈവം നമ്മെ വിടുവിക്കുന്നു, മേലാൽ വിടുവിക്കുന്നു. ഭൂതകാല രക്ഷ ഇന്നലെ, വർത്തമാനകാല രക്ഷ ഇന്ന്, ഭാവികാല രക്ഷ വരാൻ പോകുന്നത്. സ്തോത്രം. അതിന് വേദപുസ്തകത്തിൽ നിന്ന് 3 ഓമന പേര് കൊടുത്ത് അത് പഠിക്കുന്നതായിരിക്കും. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 മഹത്വീകരണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷ, പാപത്തിന്റെ സാമീപ്യത്തിൽ നിന്നുള്ള രക്ഷ. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ഈ 3 രക്ഷയുടെ കാലയളവ് എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ ലോകമെമ്പാടുമുള്ള ബ്രദർ സമൂഹം ഈ അനുഗ്രഹിക്കപ്പെട്ട സതുദ്ദേശം ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ വിവിധ ഭാഷകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയും കഴിഞ്ഞ 75 വർഷമായി കേരളത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ ഭാഷകളിലൂടെ ശ്രേഷ്ഠനായ ദൈവദാസന്മാർ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്റെ സാമീപ്യത്തിലുള്ള വിടുതൽ, ഈ 3 കാല രക്ഷയെക്കുറിച്ച് സംസ്ഥാനം പ്രസംഗിക്കുന്നതായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് നോക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ ദൂത ഇവിടെ പര്യവസാനിക്കുമ്പോൾ എൻ്റെ ശബ്ദപരിധിക്കുള്ളിലിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ വില കൊടുക്കാതെ സൗജന്യമായി ലഭിച്ച രക്ഷ ആ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനമായി തന്ന രക്ഷയെ നാം അത് കേടുപാടാക്കാതെ സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കാരെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രസന്റേഷൻ സൗജന്യമായി തന്നാൽ നാം പ്രതീക്ഷിക്കാൻ സമയത്ത് ദാനമായി ലഭിച്ചാൽ എപ്പോഴും നാം അത് നോക്കിക്കാണും, അതിനെ താലോലിക്കും. നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും നാം അത് പരിപാലിക്കും. ഒരിക്കലും ഒരു പൊതുസദസ്സ് വെച്ച് ഒരു ദൈവദാസനെ തന്റെ ദീർഘനാളത്തെ പ്രവർത്തനത്തിന് ഫലമായി ഒരു ഷാൾ അണിയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുടുംബാംഗങ്ങളോട് ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ മറക്കരുത്, ഈ ഷാൾ എന്റെ ദേഹത്തിടണം. സുവിശേഷ വേദിക്ക് വേണ്ടി ത്യാഗവും കഷ്ടവും സഹിച്ച് ദീർഘനാൾ ഞാൻ നിലകൊണ്ടു. അത് സഭ എന്നെ അംഗീകരിച്ച് എനിക്കുന്ന ഷാളാണ്, ഇത് കേടുവരാതെ സൂക്ഷിക്കുന്നു, അദ്ദേഹം ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് ഇവരോട് പറയുകയുണ്ടായി. സ്തോത്രം. അത് സൗജന്യമായി ലഭിച്ചതാണ്, അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, രക്ഷ സൗജന്യമാണ്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി കഴിയും? എന്റെ ശബ്ദപരിധിക്കുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സമൂഹത്തിനായ സ്തോത്രം. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ ഓർത്ത ദൈവത്തിന്റെ സ്തോത്രം. പാപത്തിന്റെ സാമീപ്യത്തിലുള്ള രക്ഷ തന്ന് നമ്മളെ പാപമില്ലാത്ത രാജ്യത്തെ പ്രവേശിപ്പിക്കുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ 3 കാല രക്ഷയെക്കുറിച്ച്
വരും ദിവസങ്ങളിൽ ദൈവത്തോട് സംസാരിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും കർത്താവായ യേശു വിശ്വസിക്കുക എന്നാൽ നീ ഇതിലൂടെ രക്ഷ പ്രാപിക്കുമെന്നുള്ള ആ വാക്യത്തെ ഒരിക്കൽ കൂടെ ഓർമ്മിച്ച് മറ്റൊരുത്തൻ രക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൂത് ഞാൻ അവസാനിപ്പിക്കുന്നു. നാളുവരെയും ലോകരക്ഷകനായ യേശുവിനെ കണ്ടുമുട്ടാതെ ആ രക്ഷയുടെ ബന്ധവനെത്താതെ ഇരിക്കുന്ന സമൂഹമേ, ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദകാലം. ഈ ന്യൂ ടെസ്റ്റ്മെന്റ് സാൽവേഷനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട രക്ഷയുടെ വചനം അറിയിപ്പാൻ ദൈവം സാവകാശത്തിലും അനുവാദത്തോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും വിത്തിനുമായ ദൈവമേ, അങ്ങയുടെ അർത്ഥത കണ്ണയ്ക്കും മത്സരവുമായ സ്തോത്രം. ഈ ന്യൂ ടെസ്റ്റ്മെന്റ് സാൽവേഷൻ എന്ന ഈ പദ്ധതിയിലൂടെ, ഈ സുവിശേഷ ടീമിലൂടെ രക്ഷയെക്കുറിച്ച് അല്പസമയം സംസാരിപ്പാൻ എന്റെ ദൈവം ഒരുക്കിയ സ്തോത്രം. തുടർന്ന് രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച്, കഴിഞ്ഞകാല രക്ഷ, വർത്തമാനകാല രക്ഷ, ഭാവികാല രക്ഷയെക്കുറിച്ച് സംസാരിപ്പാൻ കൃപയണമേ. മാനവും മഹത്വം അങ്ങയ്ക്ക് സംഘാടകരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലാതെ നൽകിക്കാൻ കർത്താവിന്റെ വില വർദ്ധിച്ചുള്ള സഹായിക്കണം. മാനവും മഹത്വം അങ്ങയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.